നല്ല ടേസ്റ്റ് ആട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു 5 മുട്ട പുഴുങ്ങിയെടുത്തു. 1 ടേബിൾ സ്പൂണോളം എണ്ണ ചൂടാക്കാം. പുഴുങ്ങിയ മുട്ട തോട് കളഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം എണ്ണയിൽ നിന്ന് മാറ്റാം. വീണ്ടും അതേ എണ്ണയിലേക്ക് 2 വറ്റൽമുളകും 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ 2 തക്കാളി ചേർത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് 2 തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം തീ നന്നായിട്ട് കുറച്ചിട്ട ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി തൈരൊന്ന് യോജിപ്പിച്ചെടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തീ കൂട്ടിയിടരുത്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് തിളച്ച് വരുമ്പം തീ ഓഫാക്കിയിടാം. ഇതൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പാനിൽ 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തും ഒരു നുള്ളു നല്ല ജീരകവും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വലിയ സൈസിലുള്ള ഒരു സവാള ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറേ സമയമൊന്നും വഴറ്റണ്ട. ഏകദേശം 1 മിനിറ്റ് സമയം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ ഒരു തക്കാളി വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കളറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് തീ കൂട്ടി വെച്ചിട്ട് തന്നെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി വെന്തുടയരുത്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം. അതിനുശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് മൂപ്പിച്ച് നേരത്തെ അരച്ച് മാറ്റിയിട്ടുള്ള അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റിയിട്ടുള്ള സവാളയും തക്കാളിയും ചേർത്തിട്ട് ഇളക്കി ഒരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ടൊരല്പം ഗരം മസാലപ്പൊടിയും കസൂരി മേത്തിയും ചേർക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബും ലൈക്കും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.